നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാളിലേക്കുള്ള ഒരുക്കത്തിൻ്റെ പ്രാർത്ഥനയുടെ നൊയമ്പിലൂടെയുള്ള തീർത്ഥാടനത്തിൻ്റെ ഒരു കാലമാണ്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിക്കുന്ന പ്രധാന വിഷയങ്ങളിൽ രണ്ട് കുടുംബങ്ങൾ അതിൻ്റെ അകത്ത് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒന്ന് എലിശബായും സക്കറിയാവുമാണെങ്കിൽ മറിയാമും യോസേഫുമാണ് കൂടുതലായി നമ്മുടെ ചിന്തയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ജീവിതത്തിൽ പ്രതിസന്ധികൾ നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്നവരാണ്. പ്രതിസന്ധികളും പ്രതികൂലതകളും ഇല്ലാത്ത ഒരു ജീവിതം നമ്മളാരും വിഭാവനം ചെയ്യുന്നത് ശരിയുമല്ല. ജീവിതത്തിൻ്റെ ഒരു കിടപ്പ് അങ്ങനെയാണ്. പ്രയാസങ്ങളും പ്രതിസന്ധികളും ആകുലതകളുമൊക്കെ സന്നിഗ്ധാവസ്ഥകളൊക്കെ ജീവിതത്തിൽ നാം ഏത് സന്ദർഭങ്ങളിലും അഭിമുഖീകരിക്കുവാൻ തയ്യാറായിക്കൊണ്ടുള്ള വിശ്വാസ ജീവിതം നയിക്കേണ്ടുന്നവരാണ്. കർത്താവിൻ്റെ വളർത്തു പിതാവായ യോസേഫ് പിതാവിൻ്റെ സെയിൻറ്റ് ജോസഫിൻ്റെ അദ്ദേഹത്തിനുണ്ടായ വെളിപാടും ആ വെളിപാടിലേക്ക് നയിച്ച സാഹചര്യങ്ങളുമൊക്കെയാണ് ഇന്നത്തെ ശുദ്ധമുള്ള ഏവങ്കേലിയോനിലെ ധ്യാന വിഷയം. മൗനത്തിലൂടെ ദൈവത്തെ അനുസരിച്ചവനായ യോസേഫ് പിതാവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. മൗനം പലപ്പോഴും അതിനുള്ള അർത്ഥങ്ങൾ വളരെ വലുതാണ്. അത്യന്തം ശ്രദ്ധേയമായ ഒരു വ്യക്തിത്വമായി ഒരു വ്യക്തിയായി യോസേഫ് പിതാവിനെ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ സുവിശേഷ ഭാഗങ്ങളിൽ ഒരു സ്ഥലത്ത് പോലും യോസേഫ് പിതാവ് പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഒന്നും തന്നെ അധികമായിട്ടൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. സുവിശേഷ ഭാഗങ്ങളിൽ രേഖപ്പെടുത്താതെ തന്നെയുള്ള മൗനത്തിലൂടെ ദൈവത്തെ അനുസരിച്ച ഒരു പിതാവിൻ്റെ നീതിമാനായ യോസേഫിൻ്റെ ജീവിതത്തിലെ ധന്യമായ അനുഭവ ചിന്തകൾ നമുക്കുമൊക്കെ ഒത്തിരി നല്ല പാഠങ്ങൾ പറഞ്ഞു തരുന്നതാണ്. ജീവിതം മുഴുവനും ദൈവത്തിൻ്റെ വചനത്തിന് നൽകിയതായ ഒരു മൗനസമ്മതമായിരുന്നു ആ ജീവിതം എല്ലാ അർത്ഥത്തിലും. ഒരു മനുഷ്യനെ എത്രമാത്രം സന്നിഗ്ധാവസ്ഥയിലാക്കാമോ ആ നിലകളിലൊക്കെ താളം തെറ്റിപ്പോകാവുന്ന മനുഷ്യജീവിതത്തിൻ്റെ ആ ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെടാവുന്ന അതിസങ്കീർണമായ ഒരു പ്രതിസന്ധിയാണ് നീതിമാനായ ജോസഫ് അഭിമുഖീകരിക്കുന്നത്. വലിയ വിശദീകരണമൊന്നും അവിടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് വാക്കുകൾ കൊണ്ടും ശബ്ദ കോലാഹലങ്ങൾ കൊണ്ടും നമ്മുടെ സമൂഹം എല്ലാറ്റിനെയും കീഴ്പ്പെടുത്തുമ്പോൾ യോസേഫ് പിതാവ് പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കേണ്ടുന്നതായ നിശബ്ദതയുടെ ആധ്യാത്മികതയിലേക്കാണ്. യഥാർത്ഥത്തിൽ ഇവിടെ യോസേഫ് പിതാവ് നമുക്ക് പറഞ്ഞു തരുന്ന സന്ദേശം പ്രതിസന്ധി ഘട്ടത്തിലെ ആഴത്തിലുള്ള ദൈവവിശ്വാസം, അത് നമ്മെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും സംശയങ്ങളിൽ നിന്നുമൊക്കെ ഒരു ആത്മീയമായ യുദ്ധം നടത്തിക്കൊണ്ട് തന്നെ വിജയം വരിക്കുവാൻ സാധിക്കുമെന്ന് യോസേഫ് പിതാവ് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇന്നത്തെ സാമൂഹ്യ ജീവിതത്തിൽ കുടുംബ പശ്ചാത്തലങ്ങളിൽ അനവധിയായ സംശയങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ നാം നേരിടുന്നുണ്ട്. തികച്ചും അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളും അബദ്ധജടിലമായ ചിന്തകളും അനാവശ്യമായ സംശയങ്ങളുമൊക്കെ പലരെയും മാനസിക രോഗത്തിനും വൈകല്യങ്ങൾക്കും ഒക്കെ
അവരെ അതിലേക്ക് നയിക്കുന്നതും ഇന്നത്തെ ഒരു സാധാരണ ഒരു കാഴ്ചയാണ്. കുടുംബ ബന്ധങ്ങളിൽ ഉള്ള വിശ്വാസം, വിവാഹബന്ധങ്ങളിലെ തകർച്ച, സോഷ്യൽ മീഡിയയിലൂടെയുള്ള തെറ്റായ പ്രചരണങ്ങൾക്ക് കൊടുക്കുന്നതായ അമിതമായ പ്രാധാന്യം, ഇതെല്ലാം സാധാരണയുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ വല്ലാതെ മങ്ങലേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൻ്റെ അനുഭവ തലത്തിലൂടെ നമ്മൾക്ക് യേശുഫ് പിതാവ് കടന്നു പോകുന്ന ആ വഴികളെക്കുറിച്ചൊന്ന് ധ്യാനിക്കുവാൻ സാധിക്കുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് ഒരു നല്ല കാഴ്ചപ്പാടും പുതിയ ദർശനവും ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നീതിബോധത്തോടുകൂടി നിശബ്ദനായി ജോസഫ്, യേശുവിൻ്റെ വളർത്തപ്പൻ, ചിന്തിച്ചു, പ്രവർത്തിച്ചു. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചു. ആ നിശബ്ദതയിലെ പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള നിരന്തരമായ ബന്ധത്തിലൂടെ തന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾക്കുള്ളതായ പരിഹാരം കണ്ടെത്തുവാൻ ജോസഫിനെ സഹായിച്ചു. നാം പലപ്പോഴും ചിന്തിക്കാതെ പ്രതികരിക്കുന്നവരാണ്. എന്തെങ്കിലും എവിടെയെങ്കിലും കേട്ടാൽ അപ്പം അങ്ങോട്ട് പ്രതികരിക്കും. സഹിഷ്ണുത അറ്റുപോയ, സഹിഷ്ണുതയുടെ ലേശം പോലും ഇല്ലാതെ പോയ ഒരു തലമുറ വളർന്നു വരുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. നാം പലപ്പോഴും ചിന്തിക്കാതെ പെട്ടെന്ന് കയറി പ്രതികരിക്കുന്നവരാണ്. എന്ത് പ്രതികരിക്കുന്നു, എന്തിനെക്കുറിച്ച് പറയുന്നു, അത് തെറ്റാണോ ശരിയാണോ, ആ പറയുന്നത് അപരനെ അല്ലെങ്കിൽ സഹോദരനെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ സഹോദരിയെ എങ്ങനെ ബാധിക്കും, ഇതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. വാക്കുകൊണ്ട് പറയാൻ പാടില്ലാത്ത വാക്കുകൾ കൊണ്ട് ബന്ധങ്ങൾ തകർന്നടിയുന്ന എത്രയോ സന്ദർഭങ്ങളും എത്രയോ സാഹചര്യങ്ങളും നമ്മൾ നേരിൽ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ബോധ്യമുണ്ട്. വാക്കുകൾക്ക് വലിയ മൂർച്ചയുള്ളതാണ്. ഒരിക്കൽ പറഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കുക അസാധ്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് നല്ല ബോധ്യമുണ്ടാകണം. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ചാടിക്കേറി പ്രതികരിച്ച് വല്ലാത്ത ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ക്യാരക്ടർ ഇന്ന് പലരെയും കീഴ്പ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു ദുഃഖസൂചനയാണ്. ഇവിടെയാണ് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നവർക്കും വാക്കുകൾ കൊണ്ട് പ്രതികരിച്ച ബന്ധങ്ങൾ തകർക്കുന്നവർക്കുമുള്ള ഒരു സൂചനയുമാണ് യോസേഫ് പിതാവിയുടെ ഓർമ്മപ്പെടുത്തുന്നത്. തനിക്ക് വിവാഹനിശ്ചയം ചെയ്യപ്പെട്ട മറിയാം എന്ന യുവതി ഗർഭിണിയാണെന്നറിയുമ്പോൾ ഒരു പുരുഷനുണ്ടാകാവുന്ന ധാർമ്മിക രോഷം, അത് നയിക്കാവുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തിലുണ്ടാകാവുന്ന വലിയ ഒരു സംഘർഷം, അത് നയിക്കാവുന്ന വലിയ ശിക്ഷ, ഇതൊക്കെ യോസേഫിൻ്റെ മുന്നിൽ ഉറക്കം കെടുത്തുന്ന ചിന്തകളായിരുന്നു. അവിടെയാണ് യോസേഫ് ദൈവസന്നിധിയിൽ വിനയത്തോടുകൂടി പ്രാർത്ഥിക്കുന്നത്. നിശ്ചയമായിട്ടും മറിയാം ജോസഫിനോട് പറഞ്ഞിട്ടുണ്ട്, ഇന്നപോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ ആവസിച്ചു, എൻ്റെ ഉദരത്തിൽ വളരുന്നത് ദൈവത്തിൻ്റെ പുത്രനാണ്. അതൊന്നും പെട്ടെന്ന് വിശ്വസിക്കുവാൻ മാത്രം ഒരു മാനുഷിക മുഖമുള്ള ഒരു പുരുഷന് അത്ര എളുപ്പം സാധിക്കാവുന്ന ഒന്നല്ല. അവിടെ മറിയാമിന് ഒരു ദോഷം സംഭവിക്കാതിരിപ്പാൻ, അവളുടെ മാനസിക അവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു പോറലേൽക്കാതിരിപ്പാൻ അവിടെ പ്രതികരിക്കാത്ത ഒരു യോസേഫിനെ നമ്മൾ കാണുന്നുണ്ട്. അവിടെയാണ് നിശബ്ദതയിൽ, പ്രാർത്ഥനയിൽ യോസേഫ് ദൈവവുമായി ബന്ധപ്പെടുന്നു. കാരണം ഇതൊരു ദൈവിക ഇടപെടലിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ ദൈവികമായ ഇടപെടലിൽ മാത്രമേ അതിനൊരു പരിഹാരം വരുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ.
രണ്ടാമതായി ഇവിടെ യോസേപ്പ് പിതാവ് അന്നത്തെ സമൂഹത്തിലെ നിയമങ്ങൾക്ക് അപ്പുറമുള്ളതായ ഒരു കരുതലും കരുണയും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് മനുഷ്യ സ്നേഹത്തിൻ്റെ ഉദാത്തമായ ഒരു മാതൃകയാണ്. ഇവിടെ നിയമപ്രകാരം ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമായ സമൂഹത്തിന് ഉയർത്തിക്കാട്ടാവുന്ന ഒന്നാണ് വിവാഹനിശ്ചയം കഴിയപ്പെട്ടവൾ കൂടിക്കാണുന്നതിന് മുമ്പ് ഗർഭിണിയാവുക എന്നുള്ളത്. ഇവിടെയാണ് യോസേപ്പ് പിതാവിൻ്റെ നീതിബോധത്തിൻ്റെ ആ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കുന്നത്. നീതി എന്നത് ശിക്ഷ നൽകലല്ല, മറിച്ച് മനുഷ്യൻ്റെ മാന്യത സംരക്ഷിക്കലാണ് എന്നുള്ള ഒരു വലിയ ചിന്തയിലേക്കും ഈ സന്ദർഭം നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഉറങ്ങുന്ന ഹൃദയത്തിൽ സംസാരിക്കുന്ന ഒരു ദൈവം. ഇവിടെ ദൈവത്തിൻ്റെ വെളിപാടാണ് യഥാർത്ഥത്തിൽ ഉറങ്ങുന്ന ഹൃദയത്തിൽ യോസേപ്പിനോട് സംസാരിക്കുന്ന ദൈവത്തെ നമ്മൾ കാണുന്നു. ദൈവം യോസേപ്പ് പിതാവിനോട് സംസാരിക്കുന്നത് സ്വപ്നത്തിലൂടെയാണ്. കാരണം യോസേപ്പിൻ്റെ ഹൃദയം തുറന്നിരിക്കുന്നു. ആ ഹൃദയത്തിൻ്റെ വിങ്ങലും വേദനയും അവൾക്ക് അപമാനമുണ്ടാകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ചിന്തയിലെ അവൻ്റെ ഉറക്കത്തിൻ്റെ നടുക്കത്തിൽ യോസേപ്പിന് ദൈവത്തിൻ്റെ വെളിപാടുണ്ടാകുന്നു. കാരണം യോസേപ്പിൻ്റെ ഹൃദയം തുറന്നു തന്നെയാണ് ഇരിക്കുന്നത്. ഇന്ന് ഉറങ്ങുന്ന നമ്മൾ എത്രമാത്രം തുറവിയോടു കൂടിയാണ്, തുറന്ന ഹൃദയത്തോടു കൂടിയാണ്, തികഞ്ഞ ദൈവാനുഭവത്തോടു കൂടിയാണ് ഉറങ്ങാൻ പോകുന്നതും ഉറങ്ങുന്നതും എന്നൊന്ന് ചിന്തിക്കണം. മൊബൈൽ ഫോണിനൊപ്പം ഉറങ്ങുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. സ്വസ്ഥതയും സ്വൈര്യവും നിശബ്ദതയ്ക്കും അവിടെ വലിയ സ്ഥാനമൊന്നുമില്ല. ഏതുറക്കത്തിലും ചിക്കുന്ന മൊബൈൽ ഫോൺ നമ്മുടെ ഉറക്കം കെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണെന്നുള്ളത് ഞാനോ നിങ്ങളോ നിഷേധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. നിശബ്ദതയ്ക്ക് ഇടമില്ലാത്ത, സൈലൻസിന്, സ്വസ്ഥതയ്ക്ക് ഇടമില്ലാത്ത ഒരു ജീവിതമായി നമ്മുടെയൊക്കെ ജീവിതം മാറിപ്പോയുണ്ടോ? നമുക്ക് നിശബ്ദമായി ഉറങ്ങുവാൻ, ആ നിശബ്ദതയുടെ തുറവിയിൽ, ആ നിശബ്ദതയുടെ പൂർണ്ണതയിൽ ദൈവത്തിൻ്റെ വെളിപാട്, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, നല്ല നല്ല സ്വപ്നങ്ങൾ കാണുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? നിശബ്ദതയില്ലാത്ത ജീവിതം, ദൈവവചനത്തിന് സമയമില്ലാത്ത ദിനചര്യകൾ, ദൈവധ്യാനത്തിന് സമയമില്ലാത്ത ദിനചര്യകൾ, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ കൂടുതലായി ഇന്ന് ബാധിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം ഇന്നും സംസാരിക്കുന്നു. പക്ഷേ കേൾക്കാൻ തയ്യാറുള്ള ഹൃദയമുള്ളവരായി നമ്മൾ മാറണം. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ വളരെ ശ്രദ്ധേയമായ ഒരു കോട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറയുന്നു: നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. നമ്മൾ ശാന്തതയോടുകൂടി ധ്യാനിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ ശബ്ദം കേൾക്കുന്നു. ദൈവം നമ്മോട് സംസാരിക്കുന്നു. ഇവിടെ എന്നും ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തെ കേൾക്കാൻ തയ്യാറുള്ള ഹൃദയമുള്ളവരായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ എത്രമാത്രം ഒരുക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മുന്നിലുള്ള ഒരു ചോദ്യമാണ്. നാലാമതായി യോസേപ്പിൻ്റെ ആഴമായ വിശ്വാസം ഇവിടെ മാറ്റുരയ്ക്കുന്നുണ്ട്. ഈ കോൺവെർസേഷനിൽ, ദൈവത്തിൻ്റെ ദൂതൻ്റെ അരുളപ്പാടിൽ ഇവിടെ there is no question, ചോദ്യങ്ങളൊന്നുമില്ല. അവിടെ ഉറക്കത്തിൽ നിന്നും ഉണർന്ന് കേട്ടനുസരിക്കുകയാണ്. ദൈവൻ യോഗത്തെ പോലെ മറിയാമിനെ ചേർത്ത് പിടിക്കുകയാണ്. ഒരു ചോദ്യവുമില്ല. ദൈവത്തിൻ്റെ ദൂതനോട് സംശയങ്ങളൊന്നും ചോദിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്താകും, ഞാൻ എങ്ങനെ ഇതിനെ
ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായിരുന്നില്ല. എന്തുകൊണ്ട് എന്ന ചോദ്യമില്ലാത്ത വിശ്വാസം. അങ്ങനെ ഒരു ആഴത്തിലുള്ള വിശ്വാസം എനിക്കോ നിങ്ങൾക്കോ എത്രമാത്രം സ്വായത്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്? എനിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പലപ്പോഴും നമുക്ക് മുന്നിൽ അനേകം ചോദ്യങ്ങൾ ഉണ്ടാകും. അനേകം ചോദ്യങ്ങൾ നമ്മൾ ദൈവത്തോടും ചോദിക്കുന്നവരാണ്. യോസേഫ് ഉണർന്നപ്പോൾ കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു. അവൻ്റെ വിശ്വാസത്തിൻ്റെ മികവും തികവുമാണ് നമ്മളവിടെ കാണുന്നത്. മറിയാമിന് ദോഷമുണ്ടാകാതിരിക്കാൻ, അവളുടെ മാനം കാക്കുവാൻ, മനുഷ്യരൊന്നും പറഞ്ഞാൽ വിശ്വസിക്കുന്ന കാര്യങ്ങളല്ലോ ഇതൊന്നും. അവിടെയാണ് മനുഷ്യൻ്റെ ചിന്തകൾക്ക്, മനുഷ്യൻ്റെ വ്യാഖ്യാനങ്ങൾക്ക്, മനുഷ്യൻ്റെ വിലയിരുത്തലുകൾക്കൊക്കെ അപ്പുറമായിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടനുസരിക്കുന്ന ജീവിതത്തിൻ്റെ നാൾ വഴികളിലെ ദൈവിക പദ്ധതിയുടെ മറുഭാഗം, ഇതൊക്കെ പലപ്പോഴും മനുഷ്യർക്ക് കണ്ടെത്തുവാൻ, മനുഷ്യർക്ക് ബോധ്യപ്പെടുവാൻ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇവിടെയാണ് നീതിമാനായ ജോസഫിൻ്റെ, പരിശുദ്ധനായ ജോസഫിൻ്റെ ആത്മീയ ഉയരമാണിത്. ആത്മീയതയുടെ ഉച്ചസ്ഥായിൽ ഇവിടെ യോസേഫ് പിതാവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒറ്റ ചോദ്യം മാത്രം: ദൈവത്തിന് എന്താണ് ഇഷ്ടം? ഇത് തന്നെയാണ് അമ്മയും, പരിശുദ്ധ അമ്മയും പറഞ്ഞത്. ദൈവത്തെ ഇഷ്ടം. ഈ ദൈവത്തിൻ്റെ ഇഷ്ടം ജീവിതത്തിൽ നടപ്പാകുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടമെന്തെന്ന് അറിയുവാൻ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ, അതിനുവേണ്ടി ഹൃദയം തുറന്നിടുവാൻ നമുക്ക് സാധിക്കുമ്പോൾ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് വെളിപ്പെടുത്തി തരും. യോസേഫ് ഉത്തരവാദിത്വമുള്ള പിതാവായി, സംരക്ഷണം നൽകുന്ന ഒരു പിതാവായി, മാർഗനിർദ്ദേശം തരുന്ന ഒരു പിതാവായി, ആത്മീയ നേതൃത്വം തരുന്ന ഒരു പിതാവായി നസറേത്തിലെ എളിയ ഭവനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പണിപ്പുരയിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന യോസേഫിനോടൊപ്പം ബാലനായ യേശു പൈതലും ആ ശുശ്രൂഷയിൽ കൂടെയിരുന്നു എന്നുള്ളത് നമ്മൾ വായിക്കുന്നു. നല്ലതും ചീത്തയും പ്രസിദ്ധീകരിക്കുന്ന ഇന്നത്തെ കാലത്ത് മൗനത്തിലൂടെയുള്ള വിശുദ്ധിയിലേക്ക് ജോസഫ് ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ കാലം നല്ലതും ചീത്തയും അതിനെ വേർതിരിക്കാതെ തന്നെ നല്ലതും ചീത്തയും ഒരുപോലെ പ്രസിദ്ധപ്പെടുത്തുന്നവരാണ്. എന്നാൽ കാലം മാറി, നല്ലത് പ്രസിദ്ധീകരണമൊന്നുമില്ല, നല്ലതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആരുമില്ല. ചീത്തയായിട്ടുള്ളതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംസ്കാരമാണ് ഇന്ന് വളർന്നിരിക്കുന്നത്. മ്ലേച്ഛതയ്ക്ക് മാന്യതയുടെ മൂടുപടം അണിയിക്കുന്ന ഒരു സമൂഹം, മാധ്യമ സംസ്കാരം എന്തുകൊണ്ടൊക്കെയോ ദുഃഖസൂചകമായി വളർന്നു വരുന്ന ഒരു കാലത്താണ് നമ്മൾ വിശുദ്ധനായ ജോസഫിൻ്റെ വെളിപാടിനെക്കുറിച്ചും ദൈവം അദ്ദേഹത്തിന് നൽകിയ വെളിപ്പെടുത്തലിനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതും. നിശബ്ദതയിലേക്ക്, അനുസരണയിലേക്ക്, ഉത്തരവാദിത്വമുള്ള വിശ്വാസത്തിലേക്ക്, ജീവിതത്തിലേക്ക് ഒരു വഴികാട്ടിയാണ് വിശുദ്ധനായ യോസേഫ് പിതാവ്. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ജീവിതത്തിലും ഈ തിരുക്കുടുംബത്തിൽ നയിച്ച പരിശുദ്ധനായ യോസേഫ് പിതാവിൻ്റെ അദൃശ്യമായ സാന്നിധ്യവും ആത്മചൈതന്യവും പരിശുദ്ധ അമ്മയുടെയും പരിശുദ്ധനായ യോസേഫ് പിതാവിൻ്റെയും മധ്യസ്ഥതയിലൂടെ കുടുംബ ബന്ധങ്ങളിലെ തകർച്ചയ്ക്ക്, കുടുംബബന്ധങ്ങളിലെ വിള്ളലുകൾക്ക്, കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകൾക്ക്, കുടുംബജീവിതം ഉയർന്നു വരേക്കാവുന്ന പ്രതിസന്ധികൾക്ക് അമ്മയും യോസേഫ് പിതാവും തിരുകുടുംബവും ചേർത്ത് നിർത്തുമ്പോൾ അവിടെ നമുക്ക് അതിശ്രേഷ്ഠമായ ദൈവിക കരങ്ങളിലൂടെയുള്ളതായ അനുഭവസത്തയിലൂടെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. ദൈവശബ്ദം കേട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകുവാനായി സാധിക്കും. ഇന്നത്തെ പരിശുദ്ധനായ യോസേഫ് പിതാവിനുണ്ടായ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ നമുക്കും പുതിയ അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യുവാൻ
കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് മുൻപോട്ട് പോകുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടിയും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ.